തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായതോടെ കേരള കോൺഗ്രസ് പിളർപ്പിലേക്കെന്ന സൂചന. 12 സീറ്റുകളിലും തോറ്റതോടെ അണികൾ ആശങ്കയിലാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ ദയനീയമായിട്ടുള്ള പരാജയം കണ്ട സമയത്ത് ആലോചിച്ചുറപ്പിച്ചതാണ് ഇങ്ങനൊരു വിഷയവും ഈ ഒരു വീഡിയോയും. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നായിട്ടാണ് കേരള കോൺഗ്രസിനെ ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബക്കാർക്ക് പോലും എന്നോട് ദേഷ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് കേട്ടു നോക്കിയേ. അതെ, ഒരു പാർട്ടിയാണ്, പക്ഷെ ഒരിക്കലും ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള പാർട്ടി സംവിധാനം ഇതിനുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു ആശയ പ്രസ്ഥാനമാണോ? അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനമൊന്നുമല്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ദേശീയ സ്വപ്നമുണ്ടോ? നോ വേ. വർഗസമര രാഷ്ട്രീയം എവിടെ നിന്നുണ്ടാവാൻ? ഇനി മതപ്രസ്ഥാനമാണോ? അതുമല്ല. ഇതൊരു സോഷ്യൽ അതോറിറ്റി എഗ്രിമെൻ്റ് ആണ്, സാമൂഹിക അധികാര കരാർ. കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ കാർഷിക മധ്യവർഗത്തിൻ്റെ രാഷ്ട്രീയ ഇൻഷുറൻസ് പോളിസി ആയിരുന്നു. ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു ചോദ്യം ഉയരുകയാണ്. ആ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ പരിരക്ഷ ഇനി വേണ്ടതുണ്ടോ? അത് അത്ര സുരക്ഷ നൽകുന്ന ഒന്നാണോ? കാരണം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം ഇന്നൊരു രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി ഒരു ചരിത്ര ചിഹ്നം പോലെ അവശേഷിക്കുകയാണ് തോന്നുകയാണ്. ഒരിക്കൽ മധ്യ കേരളത്തിൻ്റെ രാജാക്കന്മാരായിരുന്നവർ ഇന്ന് സ്വന്തം കോട്ടകളിൽ പോലും അടിപതറി വീഴുകയാണ്. പാലായിൽ പരാജയം, ഇടുക്കിയിൽ തിരിച്ചടി, പത്തനംതിട്ടയിൽ തകർച്ച, സ്വന്തം വാർഡിൽ പോലും UDF മുന്നിലെത്തുന്ന കാഴ്ച. ഇത് വെറും ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയല്ല, ഇതൊരു രാഷ്ട്രീയ മാതൃകയുടെ ക്ഷയമാണ്. ഈ ഒരു മാതൃക ഒരു കാലത്ത് റെലവൻ്റ് ആയിരുന്നു, പക്ഷേ അത് അപ്ഡേറ്റഡ് ആയില്ല. കേരള കോൺഗ്രസ് എന്തുകൊണ്ട് ഉണ്ടായി? എന്തുകൊണ്ട് പിളർന്നു? എന്തുകൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു? എന്തുകൊണ്ട് ഇന്നും മരിക്കാതെ ഇങ്ങനെ നിലനിന്ന് പോകുന്നു? അതിലും പ്രധാനമായിട്ട് ഇന്നത്തെ കേരളത്തിൽ ഇതിന് പ്രസക്തിയുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു ചോദ്യങ്ങൾ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ കേരള കോൺഗ്രസിനെ കുറിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ, ഇതുപോലുള്ള ചില വിലയിരുത്തലുകൾ കാണുവാനായിട്ട് ഇടയായി. 1964 കോൺഗ്രസിൽ നിന്ന് പിളർന്ന് R. ബാലകൃഷ്ണപിള്ള, KM ജോർജ് തുടങ്ങിയ നേതാക്കൾ ചേർന്ന് കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ പല പാർട്ടികളും ഒരു ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് ജനിച്ചത്. CPIM കുറിച്ചിട്ട് പറഞ്ഞാൽ വർഗ്ഗസമരമാണ്, BJPക്ക് ഒരു ഹിന്ദുത്വ ദേശീയതാ സ്വപ്നമുണ്ട്, മുസ്ലിം ലീഗ് മുസ്ലിം ന്യൂനപക്ഷ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഉദ്ദേശമാണ്. അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്. കോൺഗ്രസിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു സ്വപ്നം നാഷണൽ യൂണിറ്റി. എന്നാൽ കേരള കോൺഗ്രസ് എന്തിൻ്റെ പേരിലാണ് ഉണ്ടായത്? മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ കർഷകരുടെ താല്പര്യം എന്ന ഒറ്റ സെന്റൻസിൽ പറയാം. അതായത് ഇതൊരു ക്ലാസ് ഐഡിയോളജി പാർട്ടിയല്ല, ഒരു റീജിയണൽ കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ് പ്ലാറ്റ്ഫോം മാത്രമാണ്. അവരുടെ രാഷ്ട്രീയം ലളിതമായിരുന്നു. റബ്ബർ വില സംരക്ഷിക്കണം, കാർഷിക വായ്പകളൊക്കെ എഴുതിത്തള്ളണം, ഒഴിവാക്കണം, മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അധികാര പങ്ക് ഉറപ്പാക്കണം, സഭയുമായിട്ട് അടുത്ത ബന്ധം വേണം, സർക്കാർ സംവിധാനങ്ങളിൽ ഒരു പ്രാതിനിധ്യം വേണം. സത്യത്തിൽ കേരള കോൺഗ്രസ് രൂപം കൊണ്ടത് മധ്യ കേരള പവർ ബ്ലോക്ക് എന്ന ആശയത്തിലാണ്. അതിൽ 3 വലിയ ശക്തികളുണ്ടായിരുന്നു. സിറിയൻ ക്രിസ്ത്യൻ അഗ്രേറിയൻ എലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാണ്യവിളകളിൽ ഫോക്കസ് ചെയ്ത് കൃഷി ഇറക്കിക്കൊണ്ടിരുന്ന വലിയ ഭൂ ഉടമകളായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ഒരു വലിയ ശക്തി. അതേപോലെ തന്നെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നായന്മാരായിട്ടുള്ള ഭൂ ഉടമകളുടെ ഒരു വലിയ ശക്തി. പിന്നീട് കോൺഗ്രസ്സിൽ തന്നെ ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് റീജിയണൽ ലീഡേഴ്സ് ഉണ്ടല്ലോ, ഈ പ്രാദേശികമായിട്ട് തങ്ങളെ ഇവർ കണക്കിലെടുക്കുന്നില്ല എന്നുള്ള അതൃപ്തിയിലുള്ള ഒരു കൂട്ടം ആളുകൾ, അവരുടെ ഒരു ശക്തി. ആദ്യഘട്ടത്തിൽ ഈ ക്രിസ്ത്യൻ നായർ റീജിയണൽ അസോസിയേഷൻ തന്നെയായിരുന്നു ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ മൊത്തത്തിൽ നോക്കുമ്പോൾ കേരള കോൺഗ്രസ് ഒരു പ്യുവർ കമ്മ്യൂണൽ പാർട്ടി അല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ മാസ് ബേസ് പ്രൊഡോമിനൻ്റ്ലി ക്രിസ്ത്യൻ ആയിരുന്നു. ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ മതപരമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. വോട്ട് ബാങ്ക് ഹെവിലി ക്രിസ്ത്യൻ ആയിരുന്നു എന്നുണ്ടെങ്കിലും ബാലകൃഷ്ണപിള്ളയെ പോലുള്ള ആളുകൾക്കൊക്കെ ഒരു സ്പേസ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കമ്മ്യൂണൽ സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. കേരള കോൺഗ്രസിന്റെ കേന്ദ്ര ബിന്ദു കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട സിറിയൻ ക്രിസ്ത്യൻ ബെൽറ്റായിട്ട് അങ്ങോട്ട് ചുരുങ്ങി. പ്രത്യേകിച്ച് KM മാണി ഉയർന്നു വന്നതോടെ പാർട്ടി പ്രാക്ടിക്കലി ക്രിസ്ത്യൻ അഗ്രേറിയൻ പാർട്ടി ഇമേജ് ഏറ്റെടുത്തു. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ക്രൈസ്തവ സിറിയൻ ക്രിസ്ത്യൻ ഭൂ ഉടമകൾ അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ജീവിക്കുന്ന മധ്യവർഗം ക്രിസ്ത്യാനികൾ, അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ള ഒരു രീതിയിലേക്ക് മാത്രം അങ്ങോട്ട് ഒതുങ്ങി വന്നു. ബാലകൃഷ്ണപിള്ള പിന്നീട് സ്വന്തം വഴിക്ക് പോയിട്ട് കേരള കോൺഗ്രസ് B രൂപീകരിച്ചതും ഇതേ പവർ സ്ട്രഗിളിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് ഒരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേരള കോൺഗ്രസ് ഒഫീഷ്യലി ക്രിസ്ത്യൻ പാർട്ടി ആയിരുന്നില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അത് ഫങ്ഷൻ ചെയ്യുന്നത് ക്രിസ്ത്യൻ ഇൻട്രസ്റ്റ് പ്രഷർ ഗ്രൂപ്പ് പോലെ ആയിരുന്നു. അത് മുസ്ലിം ലീഗിനെ പോലെ ഓപ്പൺലി കമ്മ്യൂണിറ്റി ബേസ്ഡ് പൊളിറ്റിക്സ് നടത്തിയിട്ടില്ല. പക്ഷേ സഭ ഇൻഫ്ലുവൻസ്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് നെറ്റ്വർക്ക്സ്, കാത്തലിക് ബെൽറ്റ് മൊബിലൈസേഷൻ, ഇവ പാർട്ടിയുടെ ഒരു ബാക്ക് ബോൺ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് വിമർശകർ ഇങ്ങനെ പറയുന്നത്, കേരള കോൺഗ്രസ് സെക്യുലർ ലാംഗ്വേജ് ഉപയോഗിച്ചെങ്കിലും സാമൂഹിക അടിത്തറ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിരുന്നു.
അതേസമയം സപ്പോർട്ടേഴ്സ് പറയുന്നത് എന്താണ്, അത് നെഗ്ലക്റ്റഡ് അഗ്രേറിയൻ മിഡിൽ കേരള ജനങ്ങളുടെ പാർട്ടിയായിരുന്നു എന്ന് വെച്ചാൽ അത് അവഗണിക്കപ്പെടുന്ന മധ്യ കേരളത്തിലെ ഒരു കൂട്ടം കർഷകരുടെ അല്ലെങ്കിൽ ഭൂ ഉടമകളുടെ പാർട്ടിയായിരുന്നു. ഇരുവശത്തും കുറച്ച് സത്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കേരള കോൺഗ്രസ് പ്യുവർ കമ്മ്യൂണൽ പാർട്ടി ആയിരുന്നെങ്കിൽ നായർ നേതാക്കൾ അല്ലെങ്കിൽ ചില ഹിന്ദു ലോക്കൽ ലീഡേഴ്സ്, ലേറ്റർ മുസ്ലിം നേതാക്കൾ പോലും അതിൽ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പാർട്ടി കംപ്ലീറ്റ്ലി സെക്യുലർ ഐഡിയോളജിക്കൽ പാർട്ടി ആയിരുന്നെങ്കിൽ സഭയുടെ ഇൻഫ്ലുവൻസ് ഇത്ര ശക്തമാകത്തുണ്ടായിരുന്നില്ല താനും. അതിനാൽ കേരള കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു ഹൈബ്രിഡ് ഫോർമേഷനാണ്. കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ്, റീജിയണൽ ഐഡന്റിറ്റി, അഗ്രേറിയൻ പൊളിറ്റിക്സ്, പവർ നെഗോഷിയേഷൻ, പേഴ്സണാലിറ്റി കൾസ്, ഇങ്ങനെ കുറേ സംഭവങ്ങളാണ്. ഇതെല്ലാം ചേർന്ന ഒരു കേരള സ്പെസിഫിക് പൊളിറ്റിക്കൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുണീക്കായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്റ്റേബിൾ അല്ലാതായതും. കേരള കോൺഗ്രസിൻ്റെ യഥാർത്ഥ ശക്തി എന്തായിരുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. കേരള കോൺഗ്രസ് ഒരിക്കലും സംസ്ഥാനമൊട്ടാകെ വലിയൊരു പാർട്ടിയായിട്ട് വളർന്നിരുന്നില്ല, അങ്ങനെ ഒരു പാർട്ടി ആയിരുന്നില്ല. പക്ഷെ അവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു, കോൺസെൻട്രേറ്റഡ് വോട്ട് ബാങ്ക്. പാല, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തൊടുപുഴ, കടുത്തുരുത്തി, പത്തനംതിട്ടയുടെ ചില ഭാഗങ്ങൾ, ഇവിടങ്ങളിൽ സഭ, സഹകരണ ബാങ്കുകൾ, റബ്ബർ സമ്പദ് വ്യവസ്ഥ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടുംബ നെറ്റ്വർക്കുകൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സാമൂഹിക ഘടന ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ട് മാറി. കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളും അതിൻ്റെ ആദ്യത്തെ അംഗങ്ങളും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ കുടുംബ പേരുകളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് സഭയ്ക്ക് സ്വാധീനമുണ്ട്, കർഷകർക്ക് പ്രാതിനിധ്യമുണ്ട്, പ്രാദേശിക നേതാക്കൾക്ക് അധികാരമുണ്ട്, കുടുംബങ്ങൾക്ക് രാഷ്ട്രീയ പ്രവേശനമുണ്ട്. ഇതൊക്കെ ചേർന്നിട്ടാണ് പാർട്ടി അങ്ങോട്ട് വളർന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പിളർന്നുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ്. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ആശയ തർക്കങ്ങൾ കൊണ്ട് ഉണ്ടായ പിളർപ്പൊന്നുമല്ല. ഇത് പലപ്പോഴും ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തൊക്കെ ഉണ്ടാകുന്ന പിളർപ്പുകളാണ്. കേരള കോൺഗ്രസ് എം, കേരള കോൺഗ്രസ് ജെ, കേരള കോൺഗ്രസ് ബി, കേരള കോൺഗ്രസ് ജേക്കബ്, കേരള കോൺഗ്രസ് സെക്യുലർ, അങ്ങനെ ഓരോ വ്യക്തികളും വെവ്വേറെ അങ്ങോട്ട് തിരിയുകയാണ്. പി.സി. ജോർജ് വേറെ, പി.സി. തോമസ് വേറെ, ജോസഫ് വേറെ, മാണി വേറെ, അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് പോകുന്ന ഒരു പരിപാടിയാണ്. ബാലകൃഷ്ണപിള്ള വേറെ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതെല്ലാം വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തിരിഞ്ഞ് പോവുകയാണ്. ഇത്രയും പിളർപ്പുകൾ ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം. കാരണം പാർട്ടിക്ക് ശക്തമായിട്ടുള്ള ഒരു ആശയത്തിൻ്റെ അടിത്തറ ഉണ്ടായിരുന്നില്ല. ആശയമില്ലാത്തടത്ത് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും എപ്പോഴും നടക്കുക. CPM നേതാക്കന്മാർ മാറിയാലും പാർട്ടി അങ്ങനെ തന്നെ നിലനിൽക്കും. കാരണം അവിടെ ആശയം പാർട്ടിയെ പിടിച്ചു നിർത്തുന്നുണ്ട്. പക്ഷേ കേരള കോൺഗ്രസിൽ നേതാവാണ് പാർട്ടി. മാണി പോയാൽ ഒരു വിഭാഗം അങ്ങടേക്ക് പോകും, ജോസഫ് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു വിഭാഗം അങ്ങടേക്ക് പോകും, പിള്ള ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു പാർട്ടി. ഇത് കുടുംബ പ്രാദേശിക സ്വാധീന രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാഭാവിക ഔട്ട്പുട്ടാണ്. അതങ്ങനെ പോകും. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പറയുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ മല പോലെ ഉയർന്നു നിൽക്കും, KM മാണി. മാണി ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ലായിരുന്നു, അദ്ദേഹം ഒരു സിസ്റ്റമായിരുന്നു. പാലായിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്നത് രാഷ്ട്രീയ പോരാട്ടം മാത്രമായിരുന്നില്ല, അതൊരു സാമൂഹിക ശക്തി പ്രകടനമായിരുന്നു ഒരു കാലം വരെയൊക്കെ. സഭ, സഹകരണ ബാങ്കുകൾ, കർഷക സംഘടനകൾ, കുടുംബ ബന്ധങ്ങൾ, ലോക്കൽ നെറ്റ്വർക്കുകൾ എല്ലാം മാണിയുടെ ചുറ്റിനും ഇങ്ങനെ പ്രവർത്തിക്കുന്ന, ഒന്ന് ചേർന്ന് ജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഈ മേഖലകൾ കണ്ടുകൊണ്ടിരുന്നു. അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലത്ത് ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ കലാരൂപം പോലെയൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കാണുന്നത്. മാണിയുടെ രാഷ്ട്രീയം വളരെ പ്രാഗ്മാറ്റിക് ആയിരുന്നു. എവിടെ അധികാരം അവിടെ മാണി, എവിടെ വികസനം അവിടെ മാണി, എവിടെ ഫണ്ട് അവിടെ മാണി. അദ്ദേഹം ഒരിക്കലും വലിയൊരു ആശയയുദ്ധങ്ങളൊന്നുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടില്ല. പക്ഷേ ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നി, ഈ മനുഷ്യൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കും. പാലക്കാർക്ക് അങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ലാൽ ജോസിൻ്റെ സിനിമയിൽ പറയുന്നത് പോലെ ഈ മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പോയിട്ടില്ല എന്നൊക്കെ പറയുന്നത് പോലെ മാണി സാറ് പാലായെ ചേർത്ത് നിർത്തും എന്നൊക്കെ ഉള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ വിമർശകർക്ക് പോലും ഉണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ പറയുമെന്നുണ്ടെങ്കിലും പലപ്പോഴും മാണി എന്ന് പറയുന്നത് പാലക്കാർക്ക് ഒരു ഉറപ്പ് നൽകുന്ന ഒരു നേതാവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി, അതുതന്നെയായിരുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു വലിയ ശക്തി. ഇപ്പോൾ അതുതന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ദുർഗതിയുടെ കാരണവും. അപ്പോൾ എന്താണ് അവിടെ റിയലി സംഭവിച്ചുകൊണ്ടിരുന്നത്? മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് എം അല്ലെങ്കിൽ പാർട്ടി എന്നൊക്കെ പറയുന്നത് വ്യക്തിത്വ ആകർഷണത്തിൽ മാത്രം അടിസ്ഥാനപ്പെട്ട് നിന്നു. അദ്ദേഹത്തിന് ശേഷം അതേ ആകർഷണം ആരിലും ഉണ്ടായില്ല. ജോസ് കെ മാണി ഒരു മികച്ച സംഘടനാ നേതാവായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും മാണിയുടെ കരിസ്മയോ അല്ലെങ്കിൽ ജനകീയതയോ രാഷ്ട്രീയ ബന്ധമോ ഒന്നും അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയം കൂടുതൽ മാനേജീരിയൽ ആയിരുന്നു. സോ ജനകീയത വളരെ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു അതിലും സ്വീകാര്യത ഇപ്പോൾ നിഷ ജോസ് കെ മാണിക്ക് പാലായിലും മേഖലകളിലൊക്കെ ഉണ്ട്. പിന്നെ സംഭവിച്ചത് കേരളത്തിൻ്റെ സാമൂഹിക ഘടന മൊത്തത്തിൽ അങ്ങോട്ട് മാറിയല്ലോ. അപ്പോൾ പഴയ പരിപാടികളൊന്നും അങ്ങോട്ട് നടക്കില്ല. യുവാക്കളൊക്കെ വിദേശത്തേക്ക് പോവുകയാണ്.
കൃഷിയെയും അല്ലെങ്കിൽ ഭൂസ്വത്തിനെയും ഒന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നീക്കുന്നത് ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ. അതേപോലെ തന്നെ റബ്ബർ സമ്പത്ത് വ്യവസ്ഥയുടെ വലിയ തകർച്ച നമ്മൾ കണ്ടു. സഭയുടെ രാഷ്ട്രീയ സ്വാധീനം കാര്യമായിട്ട് തന്നെ കുറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം റെലവൻസ്, വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറയ്ക്ക് ഇതിന്റെ റെലവൻസ് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വിദ്യാഭ്യാസം നേടിയിട്ടുള്ള യുവതലമുറ കൂടുതൽ ചിന്തിച്ചിട്ട് രാഷ്ട്രീയ അറിവുകളൊക്കെ നേടിയിട്ട് ഇതിനെ നോക്കുന്ന സമയത്തും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വിമർശനം ഉണ്ടാവും. അവരിങ്ങനെ ചോദിക്കും, ഇത് എവിടെയാണ് നിൽക്കുന്നത് ഈ പാർട്ടി? ഇടത്താണോ, വലത്താണോ, മധ്യപക്ഷത്തോ, കർഷക പക്ഷത്തോ, അല്ലെങ്കിൽ സഭാ രാഷ്ട്രീയമാണോ? സത്യം പറഞ്ഞാൽ ഇവരെപ്പോഴും അധികാരപക്ഷമായിരുന്നു. UDF ഉണ്ടായിരുന്നു, പിന്നീട് LDF പോയി, വീണ്ടും തിരികെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളിലേക്ക് പോയി. അപ്പോൾ ജനങ്ങൾ ചോദിക്കും, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്? CPM ആണെങ്കിൽ അതിനൊരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉണ്ട്, BJP ആണെന്നുണ്ടെങ്കിൽ തീവ്ര ദേശീയ രാഷ്ട്രീയമെങ്കിലും ഉണ്ട്, ലീഗിന് വ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഫൗണ്ടേഷൻ ഉണ്ട്. കേരള കോൺഗ്രസിന് എന്തുണ്ട്? അതാണ് ഇന്ന് ഈ പാർട്ടിയെ വല്ലാതെ അങ്ങോട്ട് വേട്ടയാടുന്നത്. ഈ മേഖലയിൽ ഒരു വെള്ളച്ചെറുക്കൻ ഉണ്ടായിരുന്നു, ആൽബിച്ചൻ മുരിങ്ങയിൽ, ക്രിസ്ത്യൻ ലീഗ് ഉണ്ടാക്കാനായിട്ട് പോയ ഒരു ടീമാണ്. മേ ബി ആ ചെങ്ങയൊക്കെ ഈ കൺഫ്യൂഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയൊരു പാർട്ടി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചത്. ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് ഒക്കെ കണ്ടിട്ടാണ് ഈ ക്രിസ്ത്യൻ ലീഗ് ഉണ്ടാക്കാൻ വേണ്ടി കുറേമാർ ഇതിൽ ഓടി നടന്നത്. നല്ല വിവരമില്ലാത്ത മൊയന്തുകളായിരുന്നു. എന്നിട്ട് അവന്മാർ വിദേശത്തോട്ട് എങ്ങോട്ടോ മൈഗ്രേറ്റ് ചെയ്ത് പോയി രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ശരിക്കും ഈ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? കാരണം ലീഗിനൊരു സ്ഥിരമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ നറേറ്റീവ് ഉണ്ട്. മുസ്ലിം ന്യൂനപക്ഷ പ്രാതിനിധ്യം എന്ന് പറയുന്നത് അവർ ഉറപ്പാക്കാനായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് പറയുന്നു. വിദ്യാഭ്യാസ ശൃംഖലകളിൽ അവർക്ക് വലിയ പ്രാതിനിധ്യമുണ്ട്. മത സമൂഹ ബന്ധം അവർ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ശക്തമായിട്ടുള്ളൊരു കേഡർ സ്ട്രക്ചർ അവർക്കുണ്ട്. പിന്നെ വൈകാരിക ബന്ധം ഈ അണികൾക്കിടയിൽ നിലനിർത്താൻ പറ്റുന്നുണ്ട്. ലീഗ് വെറും ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിയല്ല, അതൊരു കമ്മ്യൂണിറ്റി എക്കോസിസ്റ്റമാണ്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ കമ്മ്യൂണിറ്റി ബേസ് എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ക്രിസ്ത്യൻ സമൂഹം തന്നെ പല രാഷ്ട്രീയ വഴികളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ സിറിയൻ ക്രിസ്ത്യൻ ബെൽറ്റിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഒരു പാർട്ടിക്ക് എങ്ങനെ നിലനിന്ന് പോകാനായിട്ട് പറ്റും? ചില ആളുകൾ കോൺഗ്രസിലേക്ക് പോകുന്നു, ചില ആളുകൾ BJP പോകുന്നു, ചില ആളുകൾ CPM പോകുന്നു, ചിലർ ഇങ്ങനെ മൊത്തത്തിലൊരു രാഷ്ട്രീയ വിരക്തിയിലേക്കൊക്കെ പോവുകയാണ്. അതോടെ കേരള കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള ഒരു മൊണോപ്പൊളി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഈ മേഖലകളിൽ, അത് തകർന്നു. ഇനിയിപ്പോൾ അതിലേക്ക് തിരിഞ്ഞൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് വല്ലതും കേരള കോൺഗ്രസിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഒരു കാലത്ത് നമ്മുടെ ആളുകൾ അധികാരത്തിൽ വേണമെന്നൊക്കെയുള്ള ചിന്ത ഒരു കൂട്ടം ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് തലമുറയൊക്കെ മാറിപ്പോയില്ലേ? അധികാരത്തിലെത്തുന്ന ഗവൺമെൻറ് കേരളത്തെ മറ്റ് ചില ടെക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളെയൊക്കെ പോലെ ആക്കിയെടുക്കണമെന്നൊക്കെ ഉള്ളതാണ് ആളുകളുടെ ആവശ്യം. അപ്പോഴും കേരള കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? റബ്ബർ, സഹകരണ ബാങ്ക്, അതേപോലെ തന്നെ സീറ്റ് വീതം വയ്ക്കുന്ന കാര്യങ്ങൾ. പുതിയ തലമുറയായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് പറ്റത്തില്ല. അതൊക്കെ നഷ്ടപ്പെട്ടു. കേരള കോൺഗ്രസ് LDF പോയതാണോ ചരിത്രപരമായിട്ടുള്ള ഒരു തെറ്റ്? ഇപ്പോൾ അങ്ങനെയുള്ള ചില ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ 2020 ജോസ് കെ മാണി LDF പോയപ്പോൾ അതൊരു ടാക്ടിക്കൽ മാസ്റ്റർ സ്ട്രോക്ക് പോലെയൊക്കെയാണ് അന്നത്തെ ഒരു കൂട്ടം ആളുകൾക്ക് തോന്നിയത്. അത് നല്ലൊരു ആശയമാണല്ലോ എന്നൊക്കെ പല ആളുകൾക്കും തോന്നി. മാണിക്ക് ശേഷം ഒരു സർവൈവൽ ഇഷ്യൂ അവർക്കുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ UDF ജോസഫുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. LDF മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ മുഖം വേണമായിരുന്നു. ആ സമയത്ത് ഈ ഡീല് രണ്ട് കൂട്ടർക്കും ഗുണമായിട്ട് തോന്നിയ ഒരു സംഗതിയൊക്കെ തന്നെയാണ്. അത് ഗുണപ്പെട്ടു. 2021 LDF വീണ്ടും അധികാരത്തിലെത്തി. കേരള കോൺഗ്രസിനും റെപ്രസെൻറ്റേഷൻ കിട്ടി. പക്ഷെ ഒരു അടിസ്ഥാന പ്രശ്നം ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ കോർ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഇമോഷണലി ആൻറ്റി ലെഫ്റ്റ് ആയിരുന്നു. പഴയ തലമുറയിലെ ക്രിസ്ത്യൻ വോട്ടർമാർക്ക് CPM അവിശ്വാസം ചരിത്രപരമായിരുന്നു. അതുകൊണ്ട് തന്നെ പല ട്രഡീഷണൽ വോട്ടേഴ്സും സൈലൻ്റ്ലി ഇങ്ങനെ മാറി. ചിലർ UDF പോയി, ചിലർ BJP പോയി, ചിലർ മൊത്തത്തിൽ ഇങ്ങനെ വിട്ടങ്ങോട്ട് നിന്നു. 2026 അതിൻ്റെ പൂർണ്ണഫലം നമ്മൾ കണ്ടു. ഈ ഒരു പാർട്ടി തന്നെ ഇല്ലാണ്ടായിപ്പോയി. ഇപ്പോൾ ജോസ് കെ മാണി തിരിച്ച് UDF പോകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ആളുകൾ ചോദിക്കുന്നത്. സാധ്യതയുണ്ട്. പോകാനായിട്ടുള്ള മടിയൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പോവാം. പക്ഷേ പഴയ വലിയ സ്ഥാനമാനങ്ങളോടെ ഒന്നും പോകാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം UDF എന്ന് പറയുന്നത് ഇന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു നിലയിലാണ്. 100-ലധികം സീറ്റുകൾ നേടിയ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ കേരള കോൺഗ്രസ് അങ്ങോട്ട് ചേർത്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത് അവർക്ക് വലിയ അത്യാവശ്യമുള്ള സംഗതിയൊന്നുമല്ല. പക്ഷേ പൊളിറ്റിക്സ് ഈസ് അരിത്മെറ്റിക്. മധ്യ കേരളത്തിലെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും കുറച്ചൊക്കെ മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്. ബന്ധങ്ങളുണ്ട്, പ്രാദേശിക ഘടനയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ വാതിൽ പൂർണ്ണമായിട്ടും അടയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അടയ്ക്കാനായിട്ടുള്ള സാധ്യതയില്ല. എന്നാൽ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ PJ ജോസഫ് ഭാഗം എതിർക്കും. മോഹൻസ് ജോസഫ് പോലുള്ള നേതാക്കളൊക്കെ ശക്തമായിട്ട് പ്രതിരോധിക്കാം. അതിനാൽ UDF മടങ്ങൽ എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു സംഗതിയല്ല. പക്ഷേ കേരള കോൺഗ്രസ് ശരിക്കും ഒരു ഫെയിൽഡ് ഐഡിയോളജി ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷേ അത് പൂർണ്ണ പരാജയം എന്ന അർത്ഥത്തിലല്ല ഞാനത് പറയുന്നത്. കേരള കോൺഗ്രസ് റെപ്രസെൻ്റ് ചെയ്തൊരു സാമൂഹിക യാഥാർത്ഥ്യം ഒരു കാലത്ത് റിയലായിരുന്നു. അങ്ങനെ ഒരു നെഗ്ലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരുന്നു. കർഷക സമൂഹത്തിൻ്റെ ഇൻസെക്യൂരിറ്റി, ന്യൂനപക്ഷാധികാര പങ്ക്, മധ്യ കേരളത്തിൻ്റെ ഒരു റീജിയണൽ ആങ്സൈറ്റി. പക്ഷേ ആ ഒരു രാഷ്ട്രീയം ഇവോൾവ് ചെയ്തില്ല.
അവരിങ്ങനെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൽ നിന്ന് പോളിസി പൊളിറ്റിക്സിലേക്ക് മാറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവരിപ്പോഴും ആ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ആ പാർട്ടിയിലെ വിദ്യാഭ്യാസമുള്ള നേതാക്കൾ പോലും ഈ പുതിയ കേരളത്തെ ഒന്നും വായിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഡിജിറ്റൽ എക്കോണമി എന്നോ അർബൻ മൈഗ്രേഷൻ എന്നോ യൂത്ത് ആസ്പിറേഷൻസ് എന്നോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ആങ്സൈറ്റി എന്നോ എംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് എന്നോ ഇങ്ങനെയുള്ള ഒരു കാര്യവും കേരള കോൺഗ്രസിൻ്റെ ഭാഷയിൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല. അവരിപ്പോഴും മറ്റേ 1990-കളിലെ രാഷ്ട്രീയ ഭാഷയിലാണ് സംസാരിക്കുന്നത്. കേരള കോൺഗ്രസ് ഇന്നത്തെ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലാതായെങ്കിൽ പോലും ഇവിടെ വലിയ ഐഡിയോളജിക്കൽ വാക്കൊന്നും ഉണ്ടാവില്ല. കാരണം ക്രിസ്ത്യൻ വോട്ട്സ് ഒന്നും പണ്ടത്തേതുപോലെ സെൻട്രലൈസ്ഡ് അല്ല. അതേപോലെ തന്നെ കോൺഗ്രസ് ഓൾറെഡി ഒരു സെൻട്രിസ്റ്റ് പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒക്കെ നടക്കുന്നുണ്ട്. കുറേയധികം ആളുകൾ ക്രിസംഖികളായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ CPM മൈനോറിറ്റിയെ നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് കേരള കോൺഗ്രസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ഇന്ന് പല ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിനാൽ പാർട്ടി മരിച്ചാൽ സമൂഹം അങ്ങനെ അനാഥപ്പെടുത്തൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മറക്കരുത്, കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിന് നൽകിയ ചില കാര്യങ്ങൾ വലിയതാണ്. മധ്യ കേരളത്തെ ഒരു പവർ സെൻറ്ററാക്കി മാറ്റുന്നതിൽ അവർ വലിയ പങ്കുവഹിച്ചു. കർഷക പ്രശ്നങ്ങളെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതിൽ അവർ വലിയ പങ്കുവഹിച്ചു. പിന്നെ സഖ്യം ചേരുക, ഗ്രൂപ്പുകളായിട്ട് മാറുക, അങ്ങനെ പൊളിറ്റിക്സിനെ റീഡിഫൈൻ ചെയ്യുന്നതിൽ അവർക്ക് കുറേയധികം റോളുണ്ട്. പിന്നെ ചെറിയ പാർട്ടികൾക്കും ബാർഗൈനിങ് പവർ ഉണ്ട് എന്നൊക്കെ ഉള്ളത് തെളിയിച്ചത് അക്കൂട്ടരാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ മുന്നണികളും കാസ്റ്റ് കമ്മ്യൂണിറ്റി അരിത്തമെറ്റിക് നോക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസ് മോഡലിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് ഉണ്ടായതാണ്. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇങ്ങനെ ആയിരിക്കാം: കേരള കോൺഗ്രസ് ഇല്ലാണ്ടായി മാറുമോ? മരിക്കുമോ? ശരീരമായിട്ട് അങ്ങ് മരിക്കാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ ആത്മാവായിട്ട് അതിന് ഓൾറെഡി ക്ഷയം സംഭവിച്ചു കഴിഞ്ഞു. കാരണം ഒരു പാർട്ടിക്ക് ജീവിക്കാനായിട്ട് 3 കാര്യങ്ങൾ വേണമെന്നേ. വ്യക്തമായിട്ടുള്ള ആശയം വേണം, കാലഘട്ടവുമായിട്ടൊരു ബന്ധം വേണം, അതേപോലെ തന്നെ ഭാവിയുടെ ഭാഷ വേണം സംസാരിക്കാൻ. നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കേരള കോൺഗ്രസ്സിന് ഈ 3 കാര്യങ്ങളും വലിയ പ്രതിസന്ധിയാണ്. അവർക്കിപ്പോഴും നേതാക്കളുണ്ട്, സീറ്റ് കിട്ടാം, മുന്നണി മാറാം, മന്ത്രിസ്ഥാനം കിട്ടാം. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ, അനിവാര്യത എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അവർ വേണം അല്ലെങ്കിൽ അവരില്ലേ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതില്ലാണ്ടായി. കേരള രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ പോലും കഴിയത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പല ആളുകളുടെയും എസ്പെഷ്യലി യങ് ജനറേഷൻ്റെയൊക്കെ ഒരു ചോദ്യം കേരള കോൺഗ്രസ് ഇപ്പോഴും എന്തിനാണ് എന്നുള്ളതാണ്. അതാണ് പാർട്ടിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവി ഈസ് ഓക്കെ, അതിനകത്തൊരു തരംഗമൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്തിന് നമ്മൾ ഈ കേരള കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം യുവ തലമുറയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവർ പഴയ ആ ഒരു 90-കളിലെ റീസൺസ് ഒക്കെ തന്നെ പറയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.